ഇത് കഴിഞ്ഞ ദിവസം ചെന്നായി ഇരുന്നായിരുന്നു കളിക്കാരന് ഈ ചെന്നായി. പിന്നെ എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വിചാരിച്ചു. ഞാൻ ജേമ് കൊടുത്ത് മേടിച്ചതാണ്. ഇപ്രാവശ്യം നമ്മൾ കുറുക്കനായിട്ടാണ് കളിക്കുന്നത്. കുറുക്കൻ നമുക്ക് വിന്റർ ഫോറസ്റ്റിലേക്ക് പോവാം. ഇവിടെ ക്രിസ്മസ് ഒന്നുമല്ല, ഇത് ക്രിസ്മസിൻ്റെ അപ്ഡേറ്റ് ഒന്നുമല്ല കേട്ടോ. ഇത് ഓൺലി ഉള്ളതാണ് ഈ ഗെയിമിൽ. സൈഡിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ട, അതെന്നും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് കോയിൻ ഡബിളായിട്ട് കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇതവിടെ ക്വസ്റ്റ്യൻ കണ്ട, ഞാൻ 15 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മറ്റേ വോൾഫായിരുന്നപ്പോൾ ഞാൻ കുറേ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് എത്രയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തതിന് നമുക്ക് 940 കോയിൻ പിന്നെ 16,000 HP കിട്ടും. ഈ എച്ച് പി അതിനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടക്കം തന്നെ നമുക്ക് 2 കാട്ടുപന്നീനെയും കൂടി കണ്ടുപിടിച്ചാൽ മതി. അവിടെ ആരാളുള്ളത്? ഈ ഓറഞ്ച് ലൈറ്റ് കത്തുണ്ട്, അവിടെ എനിമീസ് ഉണ്ടെന്ന് അർത്ഥം. ഇവനല്ല, വേറെ. പ്രതീക്ഷിച്ചാലൊന്നും കിട്ടില്ല. അല്ല, ക്വസ്റ്റ്യനുള്ള ആൾക്കാരെ കിട്ടില്ല. കിട്ടണ്ട് കിട്ടട്ടെ, വര കൊല്ല. ഒരു കൊമ്പാനും കൂടാൻ കിട്ടും. അങ്ങനെ ബ്ലെയിം വിളിച്ചത് സൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. നീ ഇതിൽ സൗണ്ട് വരില്ല. അപ്പോൾ എന്താ മ്യൂസിക്കും വേണ്ട. സൗണ്ടും മ്യൂസിക്കും കളഞ്ഞാലേ അത് പോവുള്ളൂ. ഓക്കെ, ഒരു സൗണ്ട് ഇത്തിരി സൗണ്ട് ആയാലും ഇതല്ലേ ഇവിടെ സൗണ്ട് സെറ്റിങ് നമുക്ക് ഫുള്ളിട്ടോ. നമുക്ക് ഈ കൊല്ലണ സൗണ്ട് മാത്രം വേണ്ടല്ലോ. പിന്നെ ഇതിലത്തെ ബോസ് ആരാന്ന് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതിലുള്ള ബോസാണ് ജയന്റ് ബിയർ. എൻ്റെ ഹെൽത്ത് 8000, പവർ 45, സ്പീഡ് 2060. എൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്കവിടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് ലൊക്കേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ നേരെ പോവാം, അത്രേ ഉള്ളൂ. പിന്നെ ഈ വൈൽഡ് ക്രാഫ്റ്റ് മാത്രമല്ല, കുറേ സിമുലേറ്റേഴ്സൊക്കെ ഉണ്ട്. അത് കളിക്കാത്തവരുണ്ടെങ്കിൽ കളിക്കുക, കുഴപ്പമൊന്നുമില്ല. കിട്ടി നമ്മുടെ ക്വസ്റ്റ്യനുള്ള ആളെ കിട്ടി. വാ, അല്ല നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു കുറുക്കനവിടെ. അതവിടെ ഉണ്ട്. അവിടെ സ്റ്റക്കായി കിടക്കായിരുന്നു. അമ്മേ, എൻ്റെ ഇതൊക്കെ കളയാടെ ഹെൽത്ത്. ഇതാണ് എല്ലാം കഴിക്കണം. എൻ്റെ ഹെൽത്താ പോണേ. പിന്നെ നമുക്കൊരു ഗുണമുണ്ട്. ഞാനാണെങ്കിൽ ബോസിൻ്റെ അടുത്ത് കൊണ്ടുപോവാം. അതാ ഈ മാനുങ്ങളെ, ഞാൻ മാനിൻ്റെ കുസ്തി അവിടെ ഉണ്ടല്ലോ ഒരാൾ. ഞാൻ ബോസിനെ വേണമെങ്കിൽ ഇപ്പം കാണിച്ചു തരാം. 1 മിനിറ്റ്. ഒരെണ്ണത്തും കൂടി മതി. പിന്നെ ഇതെൻ്റെ സിമ്മ്. ഇവിടെയുള്ള കാട്ടുപന്നികൾക്കൊക്കെ അവിടെ വിന്റർ സ്റ്റേജ് നമ്മുടെ മോൻ്റെ കാര്യമാണ് പറയണത്. സ്റ്റേജ് ഇട്ടിന് എൻ്റെ മോനെ കാണിച്ചു തരാം.
ഇതാണ് നമ്മുടെ മോൻ. സ്റ്റേജ് 2 ആയി. അത്ര വലുതായിട്ടില്ല. എൻ്റെ പെറ്റൊന്നും തിന്നില്ല, പക്ഷെ എൻ്റെ ഈ കാണുന്ന ഈ സാധനം തിന്നില്ല. എൻ്റെ HP എല്ലാം പോയേക്കണം. ഇനി നമ്മൾ ഫ്രീ അല്ലേ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കംപ്ലീറ്റ് ചെയ്യണ്ട. നമുക്ക് എത്ര ലക്ക് കിട്ടുന്നു നോക്കാം. ലക്ക് കിടണം. ലക്കില്ലല്ലോ ഇതെന്താണ് ലക്കില്ലാത്തത്? ഇവിടെ നിന്ന് എൻ്റെ ലക്ക് ആഡ്സ് ക്ലിയർ കിട്ടിയത് നല്ല കാര്യം. ആഡ്സ് ക്ലിയർ കിട്ടാൻ വേണ്ടി തുറക്കണം. ഇതെന്താ ആക്ഷന്? ഇതൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഇപ്പൊ ഇതൊന്നും കാണിക്കുന്നില്ല. ഇതൊക്കെ എന്താടേ പറ്റിച്ച നമുക്ക് പവർ കൊടുക്കണം. അല്ല ഇതിനിപ്പോൾ എത്രയാ? 10. ഇപ്പം നമുക്കോ ഇതിന് 20ആയി. ഇതിന് HP ഫുള്ളായ. നമുക്ക് ഇതായിട്ട് കളിക്കാനും പറ്റും. വേണ്ട, നമ്മുടെ സ്പീഡ് അത്രക്കില്ലേ. ഇതിന് പവറില്ല. അപ്പോൾ നമുക്ക് 17 ആക്കാം. ഇനി നമുക്കില്ല. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. അത് രാത്രി ചെയ്തല്ലേ ഞാനിത് ഓണാക്കിയത്. നമുക്കൊരു കാര്യം ചെയ്യാം, മ്യൂസിക് ഓണാക്കാം. മ്യൂസിക്കിനെ വെറുതെ ഓഫ് ചെയ്തതാ. കുറച്ച് മതി, പകുതി മതി. മുഴുവൻ മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ എന്താണോ? ഓക്കെ. ഹലോ, എൻ്റെ ഹെൽത്ത് എത്ര കളയുന്നു നിങ്ങൾക്കറിയില്ല? നോക്ക് കടന്ന് വെട്ടികളാല്. നമുക്ക് മൾട്ടിപ്ലെയർ മോഡ് കളിക്കാം. പിന്നെ വന്നു കഴിഞ്ഞാലും ഗുണം തന്നെ ഉണ്ടാവും. നമുക്ക് ഓമാനോ എൻ്റെ അമ്മ ഈ കൺട്രീനെ കൊടുത്തു തന്നെ തോറ്റല്ലോ. നമുക്ക് ആരായിട്ട് എടുക്കുക? സ്ക്രീനിന് അത്രയ്ക്കും പവറൊന്നുമില്ല. നമ്മുടെ ഗെയിമർ സ്ക്രീനാണ് പവറുള്ളത്. ഞാൻ പേരിട്ടാട്ടോ, അല്ലാണ്ട് വേറെ എൻ്റെ പേര് ഇതൊന്നല്ല. നമുക്ക് വോൾഫായിട്ട് കളിച്ചാലോ? വോൾഫായിട്ട് കളിക്കുമ്പോഴും ഗുണമുണ്ട്. വോൾഫിന് ഏറ്റവും ശക്തിയുണ്ട്. അല്ല, ലയണിൻ്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് നേരെ മൾട്ടിപ്ലെയർ മോഡിലേക്ക് പോവാം. ഇവിടെ ഇല്ല. എൻ്റെ ഇവിടുത്തെ ക്വസ്റ്റ്യൊക്കെ കഴിഞ്ഞതാ. വിൻ്റർ ഫോറസ്റ്റിലാണ് അടുത്ത ക്വസ്റ്റ്യൻ. വിൻ്റർ ഫോറസ്റ്റ് ലയണും പവറൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെയും കുറച്ച് പ്ലെയേഴ്സൊക്കെ ഉണ്ട്. ഇവിടെയും കുറച്ചെണ്ണം ഉണ്ട് നമുക്ക് കൊല്ലാള്. വൈൽഡ് ക്ലബ്ബാ? ഞാൻ വൈൽഡ് ക്ലബ്ബിൽ ജോയിൻ ആവില്ലേ? വൈൽഡ് ക്ലബ്ബ് എന്തൊക്കെയോ ക്ലബ്ബുണ്ട് ഇനി നമുക്ക്. പക്ഷെ എൻ്റെ അമ്മോ, ഇതിനൊക്കെ ഒന്നും തെറ്റുണ്ടാവുക. 609 കോയിൻസ്, അത് അധികമല്ലല്ലോ. ഇത്ര HP ഇത്ര ഉള്ളൂ. ഇതിന് നമുക്ക് വേണം. പക്ഷേ ഞാൻ കുറുക്കനെ ആ മലേൻ്റെ കാഞ്ചിന്റെ ആ മലയില്ലാടാ, അവിടെ കണ്ടു. എനിക്കൊന്ന് തിന്നാൻ പറ്റാതെ ഇവനെ ഇറക്കി വയ്ക്കി. ഞാൻ ഇത് തിന്നാൻ എന്താ തീറ്റിയില്ലല്ലോ ഒന്ന്. ഹലോ, എന്താ പറ്റി? ഓനെല്ലാം നിന്ന് തീർത്തു.
ഞാൻ മൈൻഡ് ചെയ്യാണ്ട് പോയത്. അല്ല നിന്നോട് എന്തേലും അവിടെ അതിനെ അറ്റാക്കിയത്. നമുക്ക് ഇതിനെ 2 എണ്ണം കിട്ടുമ്പോൾ അവിടെ മുയലുണ്ട്. അവിടെ ഇപ്പം ഈ കാണുന്ന മ്യൂസിക് ഓണാക്കിയല്ലോ വീഡിയോ. പാവം എൻ്റെ കച്ചിൽ കേട്ടോ സത്യത്തിൽ ഇതിനെ കൊല്ലാനല്ലോ. നമുക്ക് നമ്മുടെ സ്പീഡ് കൂട്ടണം. ഞാനാണ് കൂടിയുടെ ബാക്കിയുള്ളവർ ഒരെണ്ണത്തിനെ മതി. 10,000 തരാന്ന് വേണ്ട. ഇവിടെ ഗ്ലിച്ചായ നല്ല ഗ്ലിച്ചായാണ്. പിന്നെ ഈ സിംഹത്തിന് കുറേ പവറുണ്ട്. കുറുക്കനെക്കാട്ടും പവർഫുള്ളായത്. ഇത് കണ്ടോ, ഇത് 35. ഇതിന് 35. ഇത് വലുതായിട്ടില്ല. അപ്പോൾ ഇതിനെ വലുതായി നമുക്ക് 35 ആക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അധികം ക്ലിയർ അല്ലേ. പിന്നെ ഇത് കണ്ട 1000 100 അക്കൗണ്ട് കൊടുത്തു ഇനി 1000 ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ സാധനത്തോണ്ട് നമുക്ക് എക്സ് ക്ലിയർ കൊണ്ട് നമുക്ക് ഇത് കൂട്ടാം, പവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് എല്ലാവരും നല്ല ഡാമേജോടെ കൂടി കൊല്ലാം. ഇപ്പം എൻ്റെ സ്റ്റാമിനയും ഹെൽത്തും കണ്ട അവിടെ. ഇതിനൊക്കെ നല്ല സ്പീഡുണ്ടല്ലോ എന്നെക്കാട്ടും. ചാവട്ടെ, ടാർഗറ്റ് പിടിക്കാൻ പറഞ്ഞു. നമ്മളെ ഇതിന് കൊല്ലുന്നല്ലോ. നമുക്കിനി 3 റാക്കൂണിനെയും കൂടി മതി. റാക്കൂണിനെ കുറേ കാണാറില്ല. കുറുക്കനായി കളിച്ചപ്പോൾ നിങ്ങൾ റാക്കൂണിനെ കണ്ടില്ലേ? ഇപ്പോൾ അതേ കാണാല്ലേ. ആവശ്യമില്ലാത്ത സമയത്ത് വരും, ആവശ്യമുള്ള സമയത്താണെങ്കിലും വരില്ലേ. അതാണ് കഷ്ടം. അതുകൊണ്ട് ആൻഷ്യൻ്റ് ഇതെന്ത് മാനാന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് എന്ത് മാനാ? ഇതെന്നൊക്കെ ഞാനൊന്നും ഫോളോ ചെയ്യുന്നത് ബ്ലാക്ക് മെയിൽ ആണ്. ഒരു സിനിമത്തിന് ബഹുമാനം ഇല്ലേ? ഇതായി സിനിമത്തിന് ബഹുമാനം. ഈ ഐസുള്ളടത്ത് എങ്ങനെയാണ് ഈ ഐസ് കുഴി തരണേ? ഇത് കുഴിച്ചിട്ടും കാര്യമില്ല. നമുക്ക് 38 ഇലയെ കിട്ടുള്ളൂ. ഈ വൈകി അവിടെ കഴിയാതെ. ഇതപ്പോ പറയാൻ എന്തിട്ടാന്ന് എനിക്കറിയില്ലേ. മണ്ണിൻ്റെ അടിയിൽ പോയി അടുത്തെണ്ണം നോക്കിക്കോട്ടെ. ഇനി ഇതിൻ്റെ കുസ്തി വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഇതിൻ്റെ കുസ്തി കിട്ടില്ല. അതാണ് പ്രശ്നം. ആവശ്യമില്ലാത്ത സമയത്ത് ഇത് എനിക്ക് കിട്ടി. എന്തുമാനാന്ന് ഞങ്ങൾക്കറിയില്ല. പേരെന്തൊക്കെയാ? മറ്റേ വിന്റർ പ്ലാന്റിന്റെ ബോസ് ഇത് തന്നെയാ. മോസാ മൗസ് എന്നാണോ പറയുന്നതിന്? മോസ് എന്ന് പറഞ്ഞിട്ട് ഇതെന്തിട്ട് മോനെ? മൊസമാന എന്തിട്ട് ഞാൻ പറയേ? നമുക്ക് മോസ്മാൻ എന്ന് വിളിക്കാം. മോസ്മാൻ അതവിടെ ഉണ്ടാവും. അവിടെ HP ഉണ്ട്. HP ഇല്ല, നമുക്കിത് കിട്ടി. അടിയിൽ കണ്ട ഇതൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ഗുണതായിരിക്കും.
നിങ്ങളിവിടെ റാക്കൂണിനെ കണ്ട മോസ്മാനെ കിട്ടി എനിക്ക് ഇവിടെ മൊയൽ ഇതാണ് പ്രശ്നം. ഇനി ഇതിൻ്റെ കൊസ്റ്റ് വരുമ്പോൾ എനിക്ക് എന്തായാലും ഞാൻ കിട്ടി. അതോടൊപ്പം കൊസ്റ്റുള്ള സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. റാക്കൂണിനെ കിട്ടി ഫൈനലി. ഇത് പയ്യ അയ്യോ അധികം കിട്ടും. 10 ഹെൽത്ത് അധികമല്ലേ. അല്ല നമ്മളിപ്പോൾ എന്തിനാ ഹെൽത്ത് കൂടണേ? നമ്മളെ ഇതല്ലേ കളിക്കണേ. ഹെൽത്തും കൂട്ടിയേക്കാം. എൻ്റെ അമ്മോ മോസ്മാൻ. ഇത് മോസ്മാനല്ലേ, ഇത് സാധാരണ മാൻ. ഈ മാൻ എന്തിനാ വിളിക്കേ? അതിനെ മാൻ തന്നെ വിളിക്കുള്ളൂ. ഇത് വെറുതെ ആവശ്യമില്ലാണ്ട് അറ്റാക്കൊന്നും വരില്ല. നമ്മൾ ഉപദ്രവിച്ചാൽ അറ്റാക്ക്. പക്ഷെ റിയൽ ലൈഫിലാണെങ്കിൽ സിംഹത്തിനാണെങ്കിൽ മാനുണ്ടല്ലോ ഓടും. പക്ഷെ ഇതൊക്കെ അറ്റാക്ക് ചെയ്യുന്നവളെ മാനുകളൊക്കെ നമുക്കെന്താ ഓടി അറ്റാക്ക് ചെയ്യാറില്ല. അയ്യോ വന്മാർക്ക് സുഖമായി കൊല്ലാൻ പറ്റില്ലേ? ഇതിൻ്റെ കൊമ്പ് നിങ്ങൾ കണ്ട? അതിനത്ര വലിയ കൊമ്പൊന്നുമില്ലേ. ഇതിനാണ് ഏറ്റവും കൂടുതൽ. ഇതിൻ്റെ മോസ്മാൻ. ഇതാണ് നമ്മൾ വളർത്തിയെടുത്തോൻ. നമുക്കൊരു ഫോട്ടോ എടുത്താൽ നമുക്ക് ഇങ്ങനെ നിർത്താം. ഇങ്ങനെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് നമ്മളങ്ങനെ എന്തായാലും ഇപ്പോൾ സംഭവിച്ചവിടെ 2 ചെറുതുണ്ട്. അത് റാക്കൂണായാൽ മതിയായിരുന്നു. ഇത് റാക്കൂൺ. എൻ്റെ അമ്മേ, ഇതെന്തുട്ട സാധനം? ശംഖ. എന്ത് ശംഖ്? കൂണെന്നാ വയ്ക്കാൻ. മണ്ണ് കുഴിക്കാണ്ട് തന്നെ ഇല കിട്ടി. ഇല കൊണ്ടെന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് 150 ഇല കൊടുത്തതിന് നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് പൊട്ടിച്ചാലും നമുക്കിത് കിട്ടും. അതിനും വേറെ ഇപ്പം കളക്ട് ചെയ്യില്ല. അതുപോലെ കുഴിക്കാനാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും. അവിടെ തന്നെ ഉണ്ട്. നമുക്ക് മാക്സിമം ആ കൂടി 99 വയ്ക്കാൻ പറ്റുള്ളൂ. അത്ര തന്നെ എത്തണം. ഇത് വേറെ ഏതോ വോൾഫ്. കൊസ്റ്റിൻ്റെ ടൈമിൽ നോക്കിക്കോ. ഇതൊന്നും കിട്ടാൻ പോലില്ലേ. ഉറപ്പായുള്ള കാര്യങ്ങൾ. നമ്മളെല്ലാവരും കൂടി ഒറ്റയ്ക്ക് കൊന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്നെ കൊല്ലും. ഇത് മുയലാണോ? മുയലാവല്ലേ. ആ ശങ്കര കിട്ടിയില്ലോ എനിക്ക് പിന്നെയും. ഇത് നേരെ വായിക്കാം. ശങ്കരനല്ലേ കൂണ്ട്. അത് ബോസ് തന്നെയാ. ബോസ് കണ്ടതിനെ കരടിയോ? ആ ബോസ് മാത്രം കരടിയായിട്ടുള്ളൂ. നമ്മൾ അറ്റാക്കി ബോസിൻ്റെ അടുത്തെത്തി. ഇതുകൊള്ളാം.
ഇതൊന്നും നമുക്കിപ്പോൾ കൊല്ലാൻ പറ്റില്ല. ഇതിനെയും കൊസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കൊല്ലാൻ വന്നതല്ലേ. നമുക്ക് ഇതിൻ്റെ അടുത്ത് ഫോട്ടോ എടുത്താലോ? എടുക്കാൻ പറഞ്ഞു. നൈസ്. ബോസിനൊക്കെ കൊസ്റ്റി വരുമ്പോൾ നമുക്ക് മൾട്ടിപ്ലെയർ മോഡിൽ ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഉപദ്രവിക്കും. ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഗ്ലിച്ചാകുമ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അവിടെ നിറച്ച് സ്കൂൺകാല് കിട്ടണ്ട് കിട്ടട്ടെ. ചിലപ്പോൾ റാക്കൂൺ സ്പൂണോ ഇതിനൊക്കെ കൊണ്ടുപോയി. അതിന് ലെവലപ്പായി നന്നായി. നാലാമത്തെ ഫാമിലിയും കൂടി നമുക്ക് വേണം. അടമ്മ വേറൊരു ക്വസ്റ്റ്യൻ്റെ ടൈമിൽ കിട്ടാൻ വേണ. ഇത് നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ഉപദ്രവിക്കാൻ വരും. പക്ഷെ ഇതൊക്കെ ഉപദ്രവിക്കുക നമ്മളെ റിയൽ ലൈഫിലൊന്നും നമ്മളിത് ഉപദ്രവിക്കില്ല. ഒരു ഫോട്ടോ എടുത്തേക്കാം. ഇനി ഇതുപോലത്തെ സാധനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതും കൂടി എടുത്തേക്കാം. ചേട്ടാ അത് മിസ്സായ